എടാ മോനെ ബിബി, ഇത് നിങ്ങളുടെ സ്വന്തം ബിബി. ഞാനിന്ന് ഇവിടെ ഒരു അടിപൊളി മീൻകറി വെക്കാൻ പോവാണ്. ഞാൻ വീഡിയോ ചെയ്യുന്നത് UK നിന്നാണ്. അപ്പം എല്ലാ ദിവസവും മീൻ കിട്ടാറില്ല ഇവിടെ. വ്യാഴാഴ്ച മാസം മാത്രമേ മീൻ കിട്ടുള്ളൂ. അപ്പം ഒരു 4 അയല എടുത്തിട്ട് ഞാനിത് ചെറുതായിട്ട് പീസാക്കിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കണമെന്ന് നോക്കാം. സാധാരണ ഒരു നാടൻ സ്റ്റൈലിലാണ് മീൻകറി വെക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ ഒരു 8-10 ഗാർലിക്ക്, പിന്നെ ഒരു 2 ഗ്രീൻ ചില്ലി, ഒരു മീഡിയം സൈസ് തക്കാളി. ഇന്ന് നമ്മൾ കറി വെക്കുന്നത് കുക്കറിലാണ്. കാരണം ഇവിടെ ചട്ടിയുണ്ട്, ചട്ടിയിൽ വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഇവിടെ ചട്ടി വെച്ചാൽ ഭയങ്കരമായിട്ട് പുകയും. ഇലക്ട്രിക് സ്റ്റൗവാണ്. പുകഞ്ഞ അപ്പം മറ്റേ ഫയർ അലാറം അടിക്കും. പിന്നെ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാകും. അപ്പം അത് കാരണം നമ്മളിന്ന് കുക്കറിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് അടുപ്പ് കാണാൻ പറ്റും സൈഡിൽ, ഈ ഇലക്ട്രിക് സ്റ്റൗവാണ്. അപ്പം നമ്മൾ കുക്കറിലേക്ക് എണ്ണ വെച്ച് അതിലേക്ക് കടുകും കറി ലീഫും പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി വന്ന ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ വേഗം നമ്മുടെ മസാലകളൊക്കെ വേഗം കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും വെക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ. സാധാരണ ചെറുള്ളിയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് സാധനം ഇവിടെ കിട്ടാറില്ല, വളരെ റെയറായിട്ടാണ് കിട്ടുക. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിയും അതുപോലെ തക്കാളി എല്ലാം ഇട്ട് കൊടുക്കുക. അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവിന് അനുസരിച്ചുള്ള ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതാണ് എല്ലാവരും സാധാരണ മീൻകറിക്ക് യൂസ് ചെയ്യാറുള്ളത്. നല്ല കളർ, നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുക. എരിവ് നിങ്ങൾക്ക് എങ്ങനെയാണ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം പച്ചമുളക് നിങ്ങൾ ആദ്യമേ 2 നമ്മളിപ്പോൾ 2 ആദ്യമേ ഇട്ടിട്ടുണ്ട്. കുറച്ച് നമ്മളിവിടെ പൊടിച്ചെടുത്ത എന്താ പറയുക, പെപ്പറും കൂടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലോണം വെന്ത്, നിങ്ങൾക്ക് കാണാം തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് നമ്മുടെ മസാലയൊക്കെ നല്ലോണം വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് ഞാൻ നേരത്തെ പുളി, നമ്മുടെ കുടംപുളി ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇട്ട് വെക്കുന്നത് കാരണം നമുക്ക് വേഗം അതിൻ്റെ പുളി അതിനകത്ത് ഇറങ്ങിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കളറൊക്കെ പുളി നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് വെച്ചെങ്കിൽ നമ്മൾ മീൻകറി വെക്കും, മീൻകറിക്ക് പുളി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മീൻകറി വെക്കാൻ തുടങ്ങുമ്പം തന്നെ, മീൻ വെട്ടുന്നതിന് മുമ്പ് തന്നെ പുളി എടുത്തൊരു നമുക്ക് ആവശ്യം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ പുളി നല്ലോണം ഇറങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ചേർത്ത് പുളി ചേർക്കേണ്ട ആ ഒരു സമയം വരുമ്പോൾ പുളി നല്ലോണം ഇറങ്ങും. നമ്മൾ പുളിയൊക്കെ ഇട്ട് നമ്മളത് നമ്മുടെ അരപ്പ് നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന അരപ്പിലേക്ക് നമ്മൾ കഷ്ണിച്ച് വെച്ച മീൻ ഇട്ട് കൊടുക്കുക. മീനൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 8-10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ, ഒത്തിരി തിളപ്പിച്ചെടുക്കില്ല, ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചാൽ നമ്മുടെ മീൻ ചിലപ്പം പൊട്ടിപ്പോകും. കഷ്ണങ്ങളൊക്കെ മറ്റേ നമ്മുടെ മുള്ളയിൽ നിന്നൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കുക. നല്ലോണം തിളപ്പിച്ചെടുത്താൽ മതി, ഒരു 8-10 മിനിറ്റ്. അപ്പം നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഞാനത്
കുക്കറിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റി കുറച്ച് കറി ലീഫ് മുകളിലിട്ട് കൊടുക്കുക. വെന്തതിന് ശേഷം അതിന് ശേഷം ഒരു ചെറിയ സ്പൂണ് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു നാടൻ അടിപൊളി അയലക്കറി.